നാദേന്ദ്രിയം. രചന ദക്ഷ. അവതരണം ഷാവുൽ മറയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് മുന്നേരി. നിങ്ങൾക്ക് ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ അത്ര ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ എന്തിനാ ഇയാളുടെ ഭാര്യയായിട്ട് കെട്ടിക്കയറി വന്ന്? കെട്ടും കഴിഞ്ഞൊരു കൊച്ചിനെയും പറ്റി അതിനെ കെട്ടിയെടുക്കാൻ പ്രായപ്പോഴാ അവർക്ക് ബോധോദയുണ്ടായത്. അവൻ തന്നെ നോക്കി പകരുന്ന കണ്ണുകളോടെ ഇരിക്കുന്നവർക്ക് നേരെ ചീറിയതും അവനടുത്ത് നീലിയുടെ കൈകൾ അവന്റെ വലതുകയിൽ പിടിമുറുക്കിയിരുന്നു. നാള് കുറെയായി ഇതും പറഞ്ഞ് നിങ്ങളിവിടെ നിസ്സാര തിളക്കലല്ല കിടന്ന് തിളക്കുന്നത്. വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോൾ നിങ്ങളുടെ പുഴുത്ത നാവിന് നാൾക്ക് നാൾ നീട്ടം കൂടി വരുന്നതല്ലാതെ കുറയുന്ന ലക്ഷണമല്ല. ഇതാ ജിത്ത് അവന് നേർ കലറി. ഇനി നിന്റെ തള്ളയുടെ നാക്കങ്ങനെ എന്റെ അമ്മയ്ക്ക് നേരെ ഉയർന്ന പൊന്നു മോനെ ജിത്തു, അവരുടെ നാക്ക് പിന്നെ ഒരു കാലത്ത് ഉയരാത്തവണ്ണം തളർത്തിയിടാൻ എന്ത് വേണമെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. എന്നെ കൊണ്ട് അത് ചെയ്യിക്കേണ്ടെന്നാണെങ്കിൽ ആ താഴെ കിടക്കുന്നതിന്റെ നാക്കിന് നീ ഒന്ന് നിയന്ത്രിച്ചേക്ക്. ഇന്ദ്രൻ അവന് നേർക്ക് വിരൽ ചൂണ്ടി പറഞ്ഞുകൊണ്ട് അവളുടെ കൈയും വലിച്ചവിടുന്ന് തിരിഞ്ഞു നടന്നു. അമ്മേ. ജിത്തു താഴെ അവൻ പോകുന്ന നോക്കി പകരിയുന്ന കണ്ണുകളോടെ ഇരിക്കുന്ന അന്തയിക്കരിയിലേക്ക് ചെന്ന് ആ ഒരു തോളിൽ കൈവച്ച് വിളിച്ചതും ആ ഒരു അടുത്ത നിമിഷം ആ കൈ തട്ടി തെറിപ്പിച്ചുകൊണ്ട് അവിടുന്ന് എഴുന്നേറ്റ് തന്റെ മുറി ലക്ഷ്യം വെച്ച് നടന്നിരുന്നു. ഇന്ദ്ര. അത് കാണാൻ ജിത്തുവിന്റെ പല്ലുകൾക്കിടയിൽ പെട്ടി ഞെരിഞ്ഞമർന്നുകൊണ്ട് അവന്റെ പേര് പുറത്തേക്ക് വന്നിരുന്നു. അവളുടെ കൈയും പിടിച്ച് വലിച്ച് മുറിയിലേക്ക് നടന്നവൻ മുറിയുടെ വാതിലടച്ച് കുറ്റിയിട്ടുകൊണ്ട് അത്യധികം ദേഷ്യത്തിൽ കിടക്കയിലേക്ക് വന്നു. അത് കാണാൻ നീലി ഒന്ന് ദീർഘമായി ശ്വസിച്ചുകൊണ്ട് തൊട്ടിലിൽ കിടന്ന് കളിക്കുന്ന കുഞ്ഞിനെ ഒന്ന് നോക്കിയ ശേഷം അവനരികിലേക്ക് വന്നു നിന്നു. അവരാരെ എന്റെ അമ്മയെ പറയാൻ? ആ സ്നേഹം അധിക നാൾ അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ലെന്നേ ഉള്ളൂ. എന്റെ അമ്മ എനിക്ക് ജീവനാ. ഇന്ദ്രൻ ദേഷ്യവും സങ്കടവും കൊണ്ട് കലങ്ങിച്ചു വന്ന കണ്ണുകളോടെ ആളെ നോക്കി പറഞ്ഞതും ഇതിനു മുമ്പ് അവനെ അതേ ഭാഗത്തിൽ കണ്ട നിമിഷത്തിലേക്ക് അവളുടെ മനസ്സ് സഞ്ചരിച്ചു തുടങ്ങിയിരുന്നു. അന്ന് തന്നെ കല്യാണം തീരുമാനിച്ച ദിവസം തനിക്ക് മുമ്പിൽ നിന്ന് കത്തിക്കയറിയവന്റെ കണ്ണുകളിൽ താൻ കണ്ടതും ഇതേ ഭാവമാണ്. ഇതേ വേദനയും ദേഷ്യവും ഒരു തരിം പോലും കുറയാതെ അന്നും ആ കണ്ണുകളിൽ പ്രകടമായിരുന്നു. എന്തുകൊണ്ടോ അവന്റെ ഈ ഭാവം അവൾക്ക് ഇഷ്ടമാവുന്നുണ്ടായിരുന്നില്ല. അതിനുമപ്പുറം അത് അവൾ കാണാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറയുന്ന അവൻ ശരി. എന്റെ അച്ഛന്റെ ഏഴലത്ത് നിൽക്കാൻ യോഗ്യതയില്ലാത്തവരാ അവിടെ കിടന്ന ആ നാടകം മുഴുവൻ കളിച്ച്. അവരുടെ കോപ്പിലൊരു അവൻ വായിൽ വന്ന തെറി പല്ലിയണിലിട്ട് കടിച്ചമർത്തിക്കൊണ്ട് കിടക്കയിലേക്ക് ആഞ്ഞടിച്ച് തന്റെ ദേഷ്യം തീർത്ത്. ഇന്ദ്രേട്ടാ. ആളവന്റെ തോളിലേക്ക് കൈവച്ചുകൊണ്ട് പയ്യെന്ന് വിളിച്ചു. നീ കേട്ടതല്ലേ അവര് പറഞ്ഞ് എന്റെ അമ്മ അവരുടെ സ്ഥാനം തട്ടിയെടുത്താണെന്ന്? എന്റെ അച്ഛൻ ഒരിക്കലും അവരെ സ്നേഹിച്ചിട്ടില്ല, വിവാഹ വാഗ്ദാനം നൽകിയിട്ടില്ല. പിന്നെ എന്തിനാ അവർ മറ്റുള്ളവരുടെ വാക്കിട്ട് അയാളുടെ വധുവായിട്ട് അണിഞ്ഞൊരുങ്ങി? അവൻ അവളെ നോക്കി മുരണ്ടു. അവളവനെ എന്തു പറഞ്ഞ് ശാന്തനാക്കിയെന്നറിയാതെ അങ്ങനെ നിന്നുപോയി. മറ്റൊരു സ്ത്രീയെ പ്രണയിക്കുന്ന പുരുഷനെ ആഗ്രഹിച്ച അവിടെ തെറ്റ്. എന്നിട്ട് ബാക്കിയുള്ളവരെന്തോ വലിയ ചെറ്റത്തരം കാട്ടിയ പോലെയാ അവരുടെ ആ കവലപ്രസംഗം കേട്ടാ തോന്നുക. അവൻ നിറഞ്ഞു വന്ന ക്രോധത്തെ അടക്കി നിർത്താൻ കഴിയാതെ മുരണ്ടു. സ്വന്തമാക്കാൻ കഴിയില്ലെന്ന് ഉറപ്പുള്ളതിനെ പ്രണയിക്കരുതായിരുന്നു. അവൻ അവരോടുള്ള കലിയടങ്ങാതെ പറഞ്ഞു. അങ്ങനെ എല്ലാ പ്രണയം എല്ലാവർക്കും സ്വന്തമാക്കാൻ കഴിയില്ലല്ലോ ഇന്ദ്രേട്ടാ. ആൾ അവന് മുമ്പിൽ നിന്ന് തീരെ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അത് കേട്ടിരുന്നവൻ പെട്ടെന്ന് തന്നെ അവളെ തല ഉയർത്തി നോക്കി. നീ എന്താ പറഞ്ഞേ? അവൻ അവളെ നോക്കി ചോദിച്ചു. അത് ഞാൻ. നിമിഷങ്ങൾക്കുള്ളിൽ തനിക്ക് നേരെ കോർത്തു വന്ന അവന്റെ കണ്ണുകൾ കാണെ അവളൊന്ന് പതറി. നീ എന്താ അങ്ങനെ പറഞ്ഞു? അവൻ ഇരുന്നിരുന്ന് എഴുന്നേറ്റുകൊണ്ട് അവളെ നോക്കി ഗൗരവട്ടും ചൊരാ തിരക്കി. ഞാൻ അത് അങ്ങനെ തന്നെയല്ലേ ഇന്ദ്രേട്ടാ. എല്ലാവർക്കും അവരവർ പ്രണയിച്ചവർ തന്നെ സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ലല്ലോ. ഇപ്പൊ ദാത്രി ചേച്ചി തന്നെ ഒരാളെ പ്രണയിച്ചിട്ട് ഇന്ദ്രനെ വീളഴിക്കേണ്ടി വന്നില്ലേ? പിന്നീടല്ലേ ആൾക്ക് പ്രണയിച്ച ആളെ തന്നെ. ആൾ തനിക്കരികിലേക്ക് കൂർമ്മതയോടെ നടന്നു വരുന്നവന്റെ ദൃഷ്ടിയെ നേടാനാവാതെ പറയാമെന്ന് പാതിയിൽ വിഴുങ്ങിക്കൊണ്ട് പിടപ്പോടെ ചുറ്റിനും കണ്ണോടിച്ചു. ദാത്രി ചേച്ചിയുടെ പ്രണയ സാഫല്യമല്ല നീലി എനിക്ക് അറിയേണ്ടത്. അവൻ ആൾക്കുമ്പിലേക്കുന്നുകൊണ്ട് പറഞ്ഞു. അവൾ അവനെ മുഖമുയർത്തി നോക്കാൻ കഴിയാതെ കുഴഞ്ഞു. പിന്നെ ആൾ അവനെ നോക്കാൻ കഴിയാതെ ചോദിച്ചു. നിന്റെ പ്രണയം, അതിനെക്കുറിച്ചാണ് എനിക്ക് അറിയേണ്ടത്. അവൻ അവൾക്ക് ഇരുവശവും അതിലേക്ക് കൈ ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ മിഴിയുറുത്തി പോലും നോക്കാൻ നിൽക്കുന്നവളെ നോക്കി അത് ചോദിച്ച അടുത്ത നിമിഷം അവളുടെ കണ്ണുകൾ ഇപ്പോൾ പുറത്തേക്ക് ചാടു എന്ന പോലെ ഒന്ന് മിഴിഞ്ഞു വന്നു. എന്തായി പറയണേ? ആൾ അവനെ നോക്കി വിക്കലോടെ ചോദിച്ചു. പറയ്, എന്റെ താലി അണിയുന്നതിന് മുന്നേ നിനക്കുള്ളിൽ ആരെങ്കിലും സ്ഥാനം ഉറപ്പിച്ചിരുന്നോ? അവൻ തന്നെ മിഴിച്ചു നോക്കി നിൽക്കുന്നവളെ നോക്കി ചോദിച്ചു. ഇല്ലിക്കലെ തമ്പുരാട്ടിക്കുട്ടിയുടെ ഉള്ളില് സാക്ഷാത്കരിക്കാതെ പോയൊരു പ്രണയം കിടന്ന് വിങ്ങുന്നുണ്ടോ? ഗൗരവത്തിന്റെ മുഖം മൂടിയെടുത്തണിഞ്ഞവനത് ചോദിക്കുമ്പോഴും അവളിൽ നിന്ന് വരാനൊരുങ്ങുന്ന മറുപടി ഓർക്കെ അവനുള്ള നന്നായി തന്നെ പിടച്ചു ഉയരുന്നുണ്ട്. ആ ഹൃദയം തന്നേക്കാൾ മുന്നേ ആരോ സ്വന്തമാക്കിയിരിക്കുന്നു എന്ന് വെറുതെ പോലും അവൾ പറയുന്ന കേൾക്കാൻ അവനാവില്ലായിരുന്നു. ആൾക്കുള്ളിലെ പ്രണയത്തിനെന്നും അവന്റെ മുഖമായിരിക്കണമെന്ന് അവന്റെ സ്വാർത്ഥ ചിന്ത അതവനെ അവൾ ഉത്തരം പറയാൻ വൈകുന്നതിനനുസരിച്ച് വരിഞ്ഞു മുറുക്കി വീർപ്പ് മുട്ടിച്ചുകൊണ്ടിരുന്നു. നീലി. അവളിൽ നിന്നൊരു മറുപടി വരാതെയായതും അവനവളെ വിളിച്ചു. ആളവനെ മുഖമുയർത്തി നോക്കാതെന്നും മൂളി. എനിക്കൊരു ഉത്തരം വേണം. ഉള്ളിൽ അനുഭവിക്കുന്ന മാനസിക സംഘർഷം ഏറി വരുന്നതിനനുസരിച്ച് ഭിത്തിയിൽ വെച്ചിരുന്ന അവന്റെ കൈവിരലുകൾ ഒന്ന് ചുരുണ്ടു വന്നു.
അങ്ങനെ പ്രണയം തോന്നാൻ മാത്രം ആരും എൻ്റെ കഴിഞ്ഞുപോയ ജീവിതത്തിലേക്ക് വെറുതെ പോലും ഒരു എത്തിനോട്ടം നടത്തിയിട്ടില്ല ഇന്ദ്രേട്ട. അടുത്ത നിമിഷം അവൾ തനിക്ക് മുമ്പിൽ നിൽക്കുന്നവന് നേർക്ക് തന്നെ മിഴികൾ ഉയർത്തിക്കൊണ്ട് പറയവേ അതുവരെ ഇടിച്ചു പൊട്ടാറായ അവന്റെ ഹൃദയത്താളം വീണ്ടും ശാന്തതയിലേക്ക് വഴിതെളിക്കുന്നവൻ അറിഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രണയമില്ല, പ്രണയ സാക്ഷാത്കാരമില്ല. ആൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ശാന്തമായ ഭാവത്തോടെ പറഞ്ഞതും അവനുള്ള നന്നേ തണുത്തിരുന്നു. പിന്നെ എനിക്കാകെ അറിയാവുന്ന അല്പം വൈകിയാണെങ്കിലും സ്വന്തം പ്രണയം നേടിയെടുത്ത എൻ്റെ ഭർത്താവിൻ്റെ പ്രണയ സാക്ഷാത്കാരത്തിനെ കുറിച്ച് മാത്രമാണ്. ആളത് പറഞ്ഞ അടുത്ത നിമിഷം അവനുള്ള ഒന്ന് വെട്ടിവിറച്ചു. അതിൻ്റെ ശക്തിയിൽ ഭിത്തിയോട് ചേർന്നിരുന്ന അവൻ്റെ രണ്ട് കൈകളും പയ്യെ അവിടുന്ന് പിൻവാങ്ങി. അദ്ദേഹത്തിൻ്റെ പ്രണയവും പ്രണയ സാഫല്യവും മാത്രമേ ഞാൻ അടുത്തുനിന്ന് കണ്ടിട്ടുള്ളൂ, അറിഞ്ഞിട്ടുള്ളൂ. ആൾ തനിക്ക് മുമ്പിലാകെ പതിരി നിൽക്കുന്നവനെ നോക്കി ഉറപ്പോടെ പറഞ്ഞതും ആളുടെ മുഖത്തേക്ക് നോക്കാനാവാത്ത വിധം അവന് പതർച്ച പിടികൂടി. തനിക്ക് മുന്നിൽ നിൽക്കുന്നവന്റെ ആ ഭാവം ആദ്യമായി കാണുന്ന കൗതുകത്തിൽ അവൾ അവനെ ഒന്ന് കണ്ണുവിടർത്തി നോക്കി. എല്ലാവരും പറയുന്നു നാൽപ്പാട്ട് തമ്പുരാൻകുട്ടിക്ക് ഇല്ലിക്കര തമ്പുരാട്ടിക്കുട്ടിയോട് പ്രണയമായിരുന്നെന്ന്. ആണോ? അങ്ങനെ ആയിരുന്നു ഇന്ദ്രേട്ടാ? ആളുടെ ഒട്ടും പതരാതെയുള്ള ആ ചോദ്യം അവനെ തെല്ലൊന്നുമല്ല വിവശനാക്കി തീർത്ത്. ആൾക്കൊരു ഉത്തരം നൽകാൻ കഴിയാത്തവണ്ണം അവന്റെ നാവുടറി. തനിക്ക് മുന്നിൽ നിൽക്കുന്നവരുടെ നേർക്ക് നോക്കാൻ കഴിയാത്തവണ്ണം അവന്റെ കണ്ണുകൾ പിടഞ്ഞു. ഒരിക്കലും കരുതിയില്ല ഇങ്ങനെയൊരു നിമിഷം ഇത്ര വേഗം സംജാതമാവുമെന്ന്. മുന്നിൽ നിൽക്കുന്നവൾ അഭിമുഖീകരിക്കാൻ കഴിയാത്തവണ്ണം അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തന്റെ കണ്ണുകൾ വെട്ടിച്ചു മാറ്റി. ഞാൻ അറിഞ്ഞൊക്കെ സത്യമാണ്. എന്നെ ഇഷ്ടമായിരുന്നു ഇന്ദ്രേട്ടന്. തന്റെ മുന്നിൽ നിന്ന് പരിങ്ങുന്നവനരികിലേക്ക് കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ട് അവൾ അത് തിരക്കിയതും അടുത്ത നിമിഷം അവന്റെ കണ്ണുകൾ തനിക്ക് തൊട്ടു മുന്നിൽ തൊട്ടിലെന്ന പോലെ നിൽക്കുന്നവരുടെ കണ്ണുകളുമായി കൊരുക്കപ്പെട്ടു. തന്നെ നോക്കുന്ന ആ കരിമിഴികളിലെ മാന്ത്രികത അവനൊരു നിമിഷത്തേക്ക് പോലും അതിൽ നിന്ന് നോട്ടം മാറ്റാൻ കഴിയാത്ത വിധം അവളിൽ തളച്ചിട്ടു. തനിക്ക് മുന്നിൽ ഒരു നിശ്വാസം അകലെ നിന്ന് നിമിഷ നേരം കൊണ്ട് തന്റെ കണ്ണുകളെ കീഴ്പ്പെടുത്തി കളഞ്ഞവളുടെ ശ്വാസച്ചൂട് അവന്റെ നെറ്റിയിൽ വിയർപ്പ് കണങ്ങൾ സൃഷ്ടിച്ചു. അവന്റെ ആ ബലിഷ്ടമാർന്ന കൈകൾ അവളെ ഒന്ന് ചുറ്റിപ്പിടിക്കാൻ വെമ്പൽ കൊണ്ടു. അവന്റെ നേത്രഗോളങ്ങൾ അവളുടെ ആ തൂമുഖത്തൊരിടത്തും മുറക്കാത്ത വിധം ആ മുഖമാകെ പരതി നടന്നു. ഹൃദയം ഇപ്പോൾ പുറത്തേക്ക് ചാടുമെന്ന വണ്ണം അവന്റെ ശ്വാസഗതി വർദ്ധിപ്പിച്ചുകൊണ്ട് തന്റെ പിടച്ചിൽ തുടർന്നു. ഇന്ദ്രേട്ടാ, തന്റെ മുമ്പിൽ നിൽക്കുന്നവന്റെ ആ മാറ്റങ്ങൾ ഓരോന്നും തിരിച്ചറിഞ്ഞെന്ന പോൽ അവൾ തന്റെ വലതുകരം ഉയർത്തി അവന്റെ പിടച്ചുയർന്ന ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ഉത്തരത്തിനായി അവനെ വിളിച്ചതും അടുത്ത നിമിഷം തന്റെ ഹൃദയത്തെ വന്ന് പൊതിഞ്ഞ ആ കൈയുടെ താപം താങ്ങാൻ കഴിയാത്ത വണ്ണം അവനത് എടുത്തു മാറ്റിക്കൊണ്ട് അവൾക്ക് മുഖം കൊടുക്കാൻ മടിച്ച് അവിടുന്ന് ധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങാൻ ആഞ്ഞിരുന്നു. എന്നാൽ അവന്റെ ആ ഉദ്യമം നേരത്തെ മനസ്സിലാക്കിയവരുടെ കൈ അതിന് തടതീർത്തുകൊണ്ട് അവന്റെ ഇടത് കൈയിൽ പിടിമുറുക്കിയത് പെട്ടെന്നാണ്. എനിക്കറിയണം. അവന്റെ കയ്യിലെ പിടിമുറുക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. അവൻ തന്റെ കണ്ണുകളൊന്ന് ഇറുക്കി അടച്ചു. ചുറ്റിനുള്ളവരെല്ലാം പലതും പറയുമ്പോഴും ഞാനതൊന്നും വിശ്വസിക്കായിരുന്നു. ഇന്ദ്രേട്ടന്റെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം അതിന്റെ അച്ഛനുള്ള കടപ്പാടിൽ നിന്നുണ്ടായതാണെന്ന വിശ്വാസം കൊണ്ടാ. അവൾ പറയുമ്പോൾ അവൾക്ക് മുഖം കൊടുക്കാതെ വാതിലിൽ നേർക്ക് തിരിഞ്ഞവന്റെ കണ്ണുകളൊന്ന് ഇറുകിയടയുന്നതിനൊപ്പം കൈമുഷ്ടി ചുരുണ്ടു വന്നു. അതുകൊണ്ട് തന്നെയാ പലരുടെയും വാക്കുകൾ ഞാൻ തള്ളിക്കളഞ്ഞ് ഇവിടേക്ക് വന്ന മുതൽ ഞാൻ ഒളിഞ്ഞും തെളിഞ്ഞ് കേൾക്കാൻ തുടങ്ങിയതാ. ഇത് പക്ഷേ അപ്പോഴൊന്നും എനിക്ക് അതിലെന്തെങ്കിലും സത്യമുള്ളതായി തോന്നിയിട്ടില്ല. എന്തിനേറെ പറയുന്നു, ഈ താരി കഴുത്തിലേറുന്നിടം വരെ ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് കൂടിയില്ല. ആൾ അവന്റെ കയ്യിലെ പിടിവിടാ പറഞ്ഞിരുത്തിക്കൊണ്ട് അവന് മുന്നിലേക്ക് വന്നു നിന്നു. കണ്ണുകൾ ഇറുക്കി മൂടിയുന്നവൻ അവളുടെ സാമീപ്യം തനിക്ക് തൊട്ടുമുമ്പിൽ വീണ്ടും അറിഞ്ഞതും അവന്റെ ഇറുക്കി അടച്ച കണ്ണുകൾക്ക് പുറമെ ഉള്ളിൽ അനുഭവിക്കുന്ന സമ്മർദ്ദം വിളിച്ചോദിക്കൊണ്ട് അവന്റെ നെറ്റിയിലെ ഞരമ്പുകൾ ഒന്നൊന്നായി പിടഞ്ഞു കയറി. എന്നാ ഈ താരി എൻ്റെ കഴുത്തിലേറിയ നിമിഷം മുതൽ ഇപ്പോൾ ഈ നിമിഷം വരെ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഇന്ദ്രേട്ടന് അന്നത്തെ ആ തമ്പുരാൻ കുഞ്ഞിൻ്റെ യാതൊരുവിധ ചേഷ്ടകളും ഞാൻ കാണുന്നില്ല. ഇപ്പം ഞാൻ കാണുന്നു കേൾക്കുന്ന എല്ലാം അത് നാൽപ്പാട്ട് തമ്പുരാൻ കുഞ്ഞിനെയല്ല, എൻ്റെ മാത്രം ഇന്ദ്രേട്ടനെയാ. അവളിൽ നിന്ന് ആ വാക്കുകൾ കേട്ടവന്റെ കണ്ണുകൾ നിമിഷ നേരം കൊണ്ട് വലിച്ചു തുറക്കപ്പെട്ടു. എന്നെ ഇഷ്ടാന്ന് എന്താ പറയാഞ്ഞേ? ഞാനുണ്ടായിരുന്നിട്ട് എന്തിനാ താത്രി ചേച്ചിക്ക് പുട കൊടുത്തേ? എന്നെയല്ലേ സ്നേഹിച്ച്, എന്നെയല്ലേ ആഗ്രഹിച്ച്, എന്നിട്ട് എന്തിനാ എല്ലാം ഒളിപ്പിച്ചു വെച്ച് ഇത്രയും നാളും സ്വയം നേറിയേ? തന്റെ ഷർട്ടിൽ തെരുത്തി പിടിച്ച് അവൾ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനുമൊപ്പം ആ കണ്ണുകളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ കൂടി അവന്റെ ഹൃദയത്തെ പൊള്ളിച്ചുകൊണ്ട് കടന്നുപോയ നിമിഷങ്ങളായിരുന്നു അത്. ഞാൻ വേറെ ആരെങ്കിലും സ്നേഹിച്ചിരുന്നെങ്കിലോ, അല്ലെങ്കിൽ അന്ന് വന്ന് ആ കിളവിനെ കെട്ടിയിരുന്നെങ്കിലോ, അപ്പൊ ഇന്ദ്രേട്ട എന്ത് ചെയ്തേനെ? ആളവനെ നോക്കി കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് ചോദിച്ചു. അതുവരെ അവളെ പ്രണയത്തോടെ നോക്കി അവന്റെ മിഴികൾ അവൾക്ക് നേരെ കൂർത്തു വന്നു. ഇങ്ങനെ നോക്കി എന്നെ പേടിപ്പിച്ച് നിർത്താൻ മാത്രമേ ഇന്ദ്രേട്ടന് പറ്റൂ. അവൾ ചുണ്ടുകുറിപ്പിച്ചുകൊണ്ട് അവനെ നോക്കാതെ പിറുവിറുത്തു. അവളുടെ ആ ഭാവങ്ങളെല്ലാം അവനിൽ മഞ്ഞു കോരിയിട്ടുകൊണ്ട് കടന്നുപോയിക്കൊണ്ടിരുന്നു. എന്നാലും ഞാനുണ്ടായിട്ടും ഞാൻ മനസ്സിൽ വെച്ച് ധാത്രിയേച്ചിയെ കെട്ടിയില്ലേ? ഓ, ഇവള്
അവനത് പറഞ്ഞ അടുത്ത നിമിഷം അവൻ പല്ലിടിച്ചുകൊണ്ട് തന്റെ ഷർട്ടിൽ നിന്ന് അവിടെ കൈയെടുത്ത് മാറ്റി ദേഷ്യത്തിൽ പുറത്തേക്ക് നടക്കാൻ ആഞ്ഞതും അടുത്ത നിമിഷം അവൾ അവനെ കഴുത്തിലൂടെ കൈ ചുറ്റി കെട്ടിപ്പിടിച്ചിരുന്നു. അവളുടെ ആ പ്രവൃത്തി ഒട്ടും പ്രതീക്ഷിക്കാതെ നിന്നവൻ പുറകിലേക്കൊന്ന് ആഞ്ഞു പോയതിനൊപ്പം കണ്ണുകൾ നടന്നുകൊണ്ടിരിക്കുന്നതിന് വിശ്വസിക്കാൻ കഴിയാത്തവണ്ണം മിഴിഞ്ഞു വന്നു. തന്നെ ഒട്ടിപ്പറ്റി നിൽക്കുന്നവളുടെ മേനി അവനിലെ താപം 10 മടങ്ങ് ഉയർത്തിയതും അവന്റെ കൈകൾ അവളെ തന്നിലേക്ക് ചുറ്റി വരിയാൻ വെമ്പൽ കൊണ്ടു. ഇനി ഇങ്ങനെ മുഖം തിരിച്ച് നടക്കല്ലേ ഇന്ദ്രേട്ട. എന്നോട് ഇഷ്ടം പറയണ്ടെന്നാണ് ഈ പറയണ്ട. പക്ഷെ എന്നോട് ഇങ്ങനെ മുഖം തിരിക്കാതിരുന്നൂടെ? അതിന് മാത്രം ഞാൻ എന്താ ചെയ്തേ? അവൾ അവനിൽ നിന്ന് വിട്ടുമാറാതെ ഒരു സങ്കടഭാവത്തിൽ പറഞ്ഞതും അവൻ തന്റെ കൈമുഷ്ടികളൊന്ന് ചുരുട്ടി. നീലി! അവൻ തന്നിൽ കുതിച്ചു വരുന്ന വികാരങ്ങളെ നിയന്ത്രിക്കാനെന്ന പോൽ കണ്ണുകൾ തുറക്കാതെ ശാസന കലർന്ന സ്വരത്തിൽ അവളെ വിളിച്ചു. ഞാൻ ഇത്രയും നേരം ഇങ്ങനെ നിന്നോട്ടെ ഇന്ദ്രേട്ട? അവൾ അവന്റെ തോളിലേക്ക് തലയാഴ്ച കണ്ണുകൾ അടക്കുന്നതിനിടയിൽ അവനോട് പറഞ്ഞു. അവനൊന്ന് ഉമിനീരിറക്കിപ്പോയി. നീ ഒന്ന് ചേർത്ത് പിടിച്ചാൽ എന്താ ഇന്ദ്രേട്ടന്? അവൾ അവനെ ഒന്ന് മുറുകെ പുണർന്നുകൊണ്ട് തന്റെ കണ്ണുകൾ തുറക്കാതെ അവനോട് തിരക്കി. നീലി! അവൻ ദുർബലമായി അവളെ ഒന്ന് വിളിച്ചു. അവന് മുഖമുയർത്തി നോക്കാതെ അവളൊന്ന് മൂളി. എന്നെ ഇങ്ങനെ ഭ്രാന്ത് പിടിപ്പിക്കാതെ പെണ്ണേ. അവന് കിതപ്പോടെയുള്ള സ്വരം അവളുടെ ചുണ്ടുകളൊന്ന് വിടർത്തി. ഇത്തിരി നേരം കൂടി. അവൾ അവനിലേക്ക് ഒന്നുകൂടി കുറുകുന്നതിനിടയിൽ അവനോട് പറഞ്ഞു. സത്യമായിട്ട് ഞാൻ നിന്നെന്തെങ്കിലും ചെയ്തു പോടി. അവനോടെ കാതിൽ കിതപ്പോടെ പറഞ്ഞു. അവളുടെ പുഞ്ചിരി ആ ചുണ്ടുകളെ ഭേദിച്ചുകൊണ്ട് പുറത്തേക്ക് തെറിച്ചിരുന്നു. ഇങ്ങനെ അട്ടാസിക്കലടി കോപ്പേ. അവനോട് അഴിഞ്ഞൊലിഞ്ഞ് കിടക്കുന്ന മുടിയകളിൽ പയ്യെ തെരുത്ത് പിടിച്ച് ആ മുഖം തനിക്ക് നേർക്ക് കൊണ്ടുവന്ന് മുരണ്ടു. എന്തിനാ ഇത്ര ദേഷ്യം? ആൾ അവന്റെ കവിളിലേക്ക് കൈ ചേർത്ത് വെച്ചുകൊണ്ട് സൗമ്യമായ ഒരു ചിരിയോടെ തിരക്കി. നീ എന്തിനെങ്ങനെ ഒട്ടി വരുന്നേ? അവനവിടെ ചുവന്ന കൊടുത്ത ചുണ്ടുകളിലേക്കും കാന്തം പോലുള്ള ആ കണ്ണുകളിലേക്കും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇന്ദ്രേട്ട് എന്തിനെങ്ങനെ അകന്നകന്ന് പോണേ? അവൾ അതേ ചോദ്യം അവന് നേരെ തൊടുത്തു വിട്ടു. പേടിച്ചിട്ട്. അവൻ തന്നെ കഴുത്തിൽ ചുറ്റിരിക്കുന്ന അവളുടെ കൈകൾ വേർപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. അവളുടെ നെറ്റി ഉളിഞ്ഞു. അവന്റെ ആ ഉത്തരം കേട്ടതും അവളുടെ മുഖം നന്നായി തന്നെ ചുളിഞ്ഞു. പേടിച്ചിട്ടോ? എന്തിന്? അവൾ അവനിൽ നിന്ന് വിട്ടാകുന്ന നിന്നുകൊണ്ട് തിരക്കി. എന്നെ. അവൻ അവളുടെ മുഖത്താകമാനം കണ്ണുകൾ പായിച്ചുകൊണ്ട് പറഞ്ഞു. ഈ ഉത്സവം കഴിയുന്നവരെ അതുവരെ മാത്രം നീ ഒന്ന് ക്ഷമിക്കുക. അതിനുശേഷം ഒട്ടും താമസിയാതെ തന്നെ നിന്റെ ഓരോ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ തന്നിരിക്കും. അവൻ തനിക്ക് മുമ്പിൽ നിൽക്കുന്ന പെണ്ണിനെ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് നടക്കാൻ ആഞ്ഞതും അവൾ അവന് മുമ്പിലേക്കായിരുന്നുകൊണ്ട് തടസ്സം തീർത്തു. ഇനി എന്താ? അവൻ അവളെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. അതിനെന്തിനാ ഇന്നിങ്ങനെ അകറ്റി നിർത്തണേ? അവൾ അവന്റെ മുന്നിലേക്ക് വന്നിരുന്നുകൊണ്ട് അവനെ നോക്കാതെ ഏറി വന്നൊരു പരിഭവത്തോടെ തിരക്കി. ഉത്സവം കൂടി ഇറങ്ങുന്നവരെ ഒന്നും പാടില്ലെന്നാ ശാസ്ത്രം. അവനവളുടെ താടിത്തുമ്പ് തനിക്ക് നേരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്ത്? ആളൊന്ന് ഉമിനീരിറക്കിക്കൊണ്ട് അവനോട് തിരക്കി. എന്തും? അവനവളുടെ ചുണ്ടുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ അവനിൽ നിന്ന് മുഖം വെട്ടിച്ച് മാറ്റി. എപ്പം മുതലേ? അവളവനെ മുഖമുയർത്തി നോക്കാതെ തിരക്കി. ഇന്ന് രാവിലെ മുതൽ. അവനവളുടെ മുഖം തനിക്ക് നേരെ തിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് ഇന്ന് രാവിലെ എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നോ? അവളവനെ നോക്കാതെ ചുടിയോടെ തിരക്കി. അതിനുശേഷമുള്ള കാര്യമില്ല ഞാൻ പറഞ്ഞു. അവനവളിലെ ഭാവങ്ങൾ ഓരോന്നും അത്രയും ഇഷ്ടത്തോടെ ഹൃദയത്തോട് ചേർത്തുകൊണ്ട് പറഞ്ഞു. എന്നാ ഞാൻ മോളായിട്ട് താഴത്തെ മുറിയിൽ. നീ ഇവിടെ എൻ്റെ കൺമുമ്പിലുണ്ടാവണം. അവനവളെ പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ ഇടയിൽ കയറി പറഞ്ഞു. വേണ്ട ഇന്ദ്രേട്ടാ, ഞങ്ങള്. അവളെന്തോ പറയാൻ വന്നതും അവനവളുടെ കാതിനരികിലേക്ക് മുഖം വെച്ചുകൊണ്ട് എന്തോ പറഞ്ഞതും അടുത്ത നിമിഷം അവിടെ 2 കണ്ണ് ഇപ്പോൾ വെളിയിൽ ചാടുന്ന അവസ്ഥയിലായി. കൈകൾക്ക് മാത്രമേ വിലക്കുള്ളൂ, നാവിനതില്ല. അവൻ തന്നെ വീഴ്ച നോക്കി നിൽക്കുന്നവൾ നോക്കി അത് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പുറത്തേക്ക് നടന്നു. അവൾ അപ്പോഴും തന്നെ ചെവിയിലാവും പറഞ്ഞിട്ട് പോയതിൽ തന്നെ കുരുങ്ങിക്കിടന്നു. അയ്യേ! അവൾ നാണത്തോടെ തന്നെ മുഖം പൊത്തി. ഉറങ്ങിക്കിടന്ന സിംഹത്തിന് ഉണർത്താൻ പോയിട്ട് വല്ല കാര്യം ഉണ്ടായിരുന്നോ നീലി നിനക്ക്? അവൾ സ്വയം പറഞ്ഞുകൊണ്ട് ആ കിടക്കയിലേക്ക് ഇരുന്നു. അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയവൾ കാണുന്നത് തന്നെയും കാത്ത ആൾത്തറയിൽ ഇരിപ്പുറപ്പിച്ചിരിക്കുന്നവനെയാണ്. അത് ശരി, കുഞ്ഞിത്തമ്പര അവിടെ ഉണ്ടായിരുന്നോ? അവൾ പറഞ്ഞുകൊണ്ട് അവനരികിലേക്ക് നടന്നു. എന്താ നേരെ ഇത്രയായിട്ട് വീട്ടിൽ പോകാനായില്ലേ തമ്പുരാന്? അവൾ അവനരികിലേക്ക് വന്നിരുന്നുകൊണ്ട് പറഞ്ഞു. എന്റെ തമ്പുരാട്ടി ഇവിടെ ഒറ്റക്കാക്കിയിട്ട് ഞാനെങ്ങനെ വീട്ടിൽ പോകാനാടി? അവൻ പറഞ്ഞുകൊണ്ട് ആൾത്തറയിൽ നിന്ന് ചാടി ഇറങ്ങിക്കൊണ്ട് അവളുടെ കയ്യിലുള്ള ഇലച്ചീന്ന് കൈക്കളാക്കി. മുഴുവനും കഴിക്കരുത്, അവൾ മുന്നിലേക്ക് നടക്കുന്നതിൽ അവനോട് പറഞ്ഞു. ഉറപ്പില്ല മോളെ. അവനതിലെ നെയ്പായസം ഒന്ന് ആഞ്ഞു ശ്വസിച്ചുകൊണ്ട് അവൾക്കുള്ള മറുപടി നൽകി. വണ്ടി എവിടെ? അവൾ ചുറ്റിനും കണ്ണോടിച്ചുകൊണ്ട് അവനോട് തിരക്കി. വീട്ടിൽ. അവനൽപ്പം പായസം എടുത്ത് വായിലേക്ക് വെച്ചുകൊണ്ട് അവനോട് തിരക്കി. അതെന്താ വീട്ടിൽ വിട്ടിട്ട് വന്ന്?
സാധാരണ അതിന്റെ പുറത്തുനിന്ന് ഇറങ്ങാത്താണല്ലോ. അവൾ തനിക്കടുത്തുനിന്ന് പായസം തിന്ന് നടന്നു വരുന്നവനെ നോക്കി ചോദിച്ചു. ഇന്ന് എന്റെ ഭാര്യയ്ക്കൊപ്പം ഇങ്ങനെ മിണ്ടിയും പറഞ്ഞു നടന്നു വരുന്ന എനിക്ക് തോന്നി. അവൻ ചുറ്റൊന്ന് കണ്ണോടിച്ച ശേഷം അവളുടെ വായിലേക്ക് അല്പം പായസം വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. അവൾ ആദ്യമൊന്ന് പതറിയെങ്കിലും അത് വാങ്ങി കഴിച്ചുകൊണ്ട് അരികിൽ നിൽക്കുന്നവനെ നോക്കി കണ്ണുരുട്ടി. മഴ പെയ്യുന്ന തോന്നണേ. തങ്ങളെ വന്ന് പുൽകുന്ന കുളിരുള്ള കാറ്റിനെ അറിയെ അവൾ കൈകൾ രണ്ടും പിണച്ചു കെട്ടിക്കൊണ്ട് പറഞ്ഞു. നീ ഇങ്ങനെ കരിനാക്ക് വളക്കില്ല എന്റെ യക്ഷിക്കുഞ്ഞേ, ഞാനിതൊന്ന് കഴിച്ചു തീർത്തോട്ടെ. അവൻ അവളെ നോക്കാതെ പറഞ്ഞുകൊണ്ട് അത് വായിലേക്ക് ഇട്ടതും അവർക്ക് പുറകിലൂടെ ഒരു ജീപ്പ് പാഞ്ഞു വന്ന് അവളെ ഇടിച്ചില്ലെന്ന പോലെ പോയത് ഒന്നിച്ചാണ്. ഏതും അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ജീപ്പ് പോയ വഴിയെ നോക്കി അവൻ അലറി. അവന്റെ അലർച്ച കേട്ടിട്ടോ എന്തോ ആ ജീപ്പ് അവർ നിൽക്കുന്നതിനപ്പുറം മാറി നിർത്തി. ഇവർ ഇന്ന് ഞാൻ അവനവൾ ആ സൈഡിലേക്ക് മാറ്റിയെടുത്തുകൊണ്ട് ആ ജീപ്പിനരിയിലേക്ക് പോവാൻ നിന്നു. വിറച്ചുകൊണ്ടുള്ള അവളുടെ ശബ്ദം അവന്റെ കാതുകളെ പൊതിഞ്ഞിരുന്നു. മുറുകിയ മുഖത്തോടെ അവൻ തിരിഞ്ഞു നോക്കിയതും കാണുന്നത് വലത്തേ കൈ തുടയിലൂടെ ഒലിച്ചിറങ്ങുന്ന രക്തത്തുള്ളികളെ മറുകൈ കൊണ്ട് പൊത്തിപ്പിടിച്ച് നിൽക്കുന്നവളെയാണ്. ഉയർന്നു വന്ന നെഞ്ചിരിപ്പോടെ അവളുടെ പേര് വിളിച്ചുകൊണ്ട് അവൻ അവൾക്കടുത്തേക്ക് പാഞ്ഞ അടുത്ത നിമിഷം തന്നെ അവൾ നിലംപതിച്ചിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.